ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മത്തിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് എൻ്റെ ഉമ്മ വെച്ചുകൊണ്ടിരുന്ന ഒരു റെസിപ്പിയാണ്. പണ്ടുള്ളവർ കറിയൊക്കെ വെക്കുമ്പോൾ പൊടിയൊക്കെ ചട്ടിയിലിട്ട് ചൂടാക്കിയിട്ടാണ് മീൻ കറിയൊക്കെ വെച്ചിരുന്നത്. ചൂടാക്കി ചട്ടിയിൽ വെച്ചെടുക്കുമ്പോൾ ഒരു പഴമയുടെ രുചി ലഭിക്കും കേട്ടോ. അങ്ങനെ പഴമയുടെ രുചി ലഭിക്കുന്ന ഒരു റെസിപ്പിയാണിത്. മത്തി നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ധാതുക്കൾ ലഭിക്കുന്ന ഒന്നാണ്. പ്രോട്ടീൻ്റെയും അമിനോ ആസിഡിൻ്റെയും കലവറ കൂടിയാണ് മത്തി. അതുകൊണ്ട് മത്തി കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ പ്രായമുള്ളവരിൽ ഉണ്ടാകുന്ന കണ്ണിൻ്റെ കാഴ്ചക്കുറവ് പരിഹരിക്കാനൊക്കെ മത്തി കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഒരു നല്ല മത്തിക്കറി തയ്യാറാക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ദാ ഒരു 1/2 കിലോ മത്തി ഒന്ന് വെട്ടി വൃത്തിയാക്കി കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 1/2 കിലോ മത്തിയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ: ഒരു പിടി ചെറിയ ഉള്ളി ചെറുതായിട്ട് നീളത്തിലരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഒരു 5-6 വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, പിന്നെ 2 പച്ചമുളക് നെടുകെ കീറിയത്, പിന്നെ 2 തണ്ട് കറിവേപ്പില. അപ്പോൾ നമുക്കിതൊന്ന് വെച്ച് തുടങ്ങാം. അപ്പോൾ ചട്ടി ഒന്ന് അടുപ്പത്ത് വയ്ക്കുക. ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഈ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള എരിവുള്ള ഒരു മുളക് പൊടിയാണ് കേട്ടോ ഇത്. എന്നിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. കരിഞ്ഞു പോകരുത്. ഇത് ചൂടായി വരുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാകും. അതുവരെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. മത്തി പല രീതിയിൽ വെക്കാറുണ്ട്. മത്തി പീര വെക്കാറുണ്ട്, മത്തി മുളകിട്ടത് വെക്കാറുണ്ട്, അതുപോലെ തന്നെ മത്തി തേങ്ങ അരച്ച് വെക്കാറുണ്ട്. ഇത് മത്തി മുളകിട്ട് വെച്ച ഇതാണ് കേട്ടോ. അപ്പോൾ പല രീതിയിൽ നമുക്ക് മത്തി കറി തയ്യാറാക്കാം. അപ്പോൾ ദാ നമ്മുടെ പൊടി ഒന്ന് ചൂടായിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. മത്തി മുങ്ങി നിൽക്കത്തക്ക വിധത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എൻ്റെ ആ സൈഡിലൊക്കെ ഇരിക്കുന്ന പൊടിയൊക്കെ നന്നായിട്ട് കലങ്ങി വരക്കത്ത വിധത്തിൽ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വയ്ക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ അതാ ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ചാറ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെട്ടി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചട്ടിയിലേക്ക് ഏത് മീനും നമ്മൾ വെച്ചെടുക്കുമ്പോഴും നമ്മളിത് കറണ്ടി ഇട്ട് ഇളക്കരുത് കേട്ടോ. എങ്കിൽ മീൻ നന്നായിട്ട് പൊടിഞ്ഞു പോകും. ചട്ടിയോടെ എടുത്ത് ഒന്ന് ചുറ്റിച്ച് വെക്കുകയാണ് പതിവ്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി അടച്ച് വെച്ചിട്ട് ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ അത് 2 മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വീണ്ടും തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻ്റൊക്കെ ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി, പിന്നെ ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, 2 പച്ചമുളക് കീറിയത്, പിന്നെ കറിവേപ്പില. ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ചെയ്തിരുന്നത് പോലെ തന്നെ തുണി വെച്ച് ഒന്ന് പിടിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അടച്ച് വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറക്കാം. ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് തുറന്നിട്ട് നമുക്ക് കുറച്ച് മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. സാധാരണ അത്യാവശ്യത്തിന് പുളിപ്പുള്ള മാങ്ങയാണ്. കൊടും പുളിപ്പുള്ള മാങ്ങയല്ല. അത് ഒരു മീഡിയം സൈസിലുള്ള മാങ്ങ ഞാൻ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് മാങ്ങ ഇല്ലെങ്കിൽ കുടംപുളി ഇട്ട് കൊടുക്കുക. അതുമല്ലെങ്കിൽ വാളംപുളി പിഴിഞ്ഞ് അതും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഏതെങ്കിലും ഒരു ഒന്ന് ചെയ്യുക. അപ്പോൾ ഞാൻ മാങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മണത്തിനും നല്ലൊരു ടേസ്റ്റിനും വേണ്ടി
കുറച്ച് ഉലുവ പൊടിച്ച് എടുത്തതാണേ, വറുത്ത് പൊടിച്ചെടുത്തതാണ്. അത് നമുക്കൊരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. കൂടുതലൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ, കൂടുതൽ ഇട്ട് കൊടുത്താൽ കയ്പ്പ് രസം ഉണ്ടാവും ആ കറിക്ക്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴയതുപോലെ തന്നെ ഒന്നും കൂടി ഒന്ന് ചുറ്റിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് വീണ്ടും ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് അതിൻ്റെ പുളിപ്പൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി വരണമേ. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അടച്ച് വയ്ക്കാം. ഇപ്പോൾ കറിയുടെ അടപ്പ് ഞാൻ വീണ്ടും തുറന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ആ മത്തിയുടെ നെയ്യൊക്കെ ഇറങ്ങി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ആ കറി കഴിക്കാൻ. അപ്പോൾ ഇതാ ഏകദേശം മത്തി നന്നായിട്ട് കുറുകി ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് ചുറ്റിച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കാം, ഉപ്പും എരിവും പുളിയൊക്കെ കറക്റ്റാണോ എന്ന്. അപ്പോൾ പുളിയും എരിവൊക്കെ കറക്റ്റാണ്. ഒരു ശക്കല ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. കുറച്ച് ഉപ്പും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എരിവും പുളിയും ഉപ്പും ഒക്കെ കറക്റ്റാണ്. മാങ്ങയുടെ പുളിയാവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളകും മല്ലിയും ഒക്കെ ചൂടാക്കി വെക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ആ ഒരു കറിക്ക് കഴിക്കാൻ. അപ്പോൾ ഞാൻ ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഒന്ന് ചുറ്റിച്ച് വെച്ച് കൊടുത്തിട്ട് ഇനി അടച്ച് വെച്ച് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ഇട്ടിരിക്കാം കേട്ടോ. അതിന് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പിലയാണ്, തനി നാടൻ കറിവേപ്പിലയാണ്. നല്ല ടേസ്റ്റാണ് തനി നാടൻ കറിവേപ്പില ഇട്ട് നമ്മൾ കറി വയ്ക്കുമ്പോൾ. അപ്പോൾ ഇതാ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഫ്ലെയിമും ഓഫാക്കുക. അതിനുശേഷം ഈ ചെറിയ തിളയിൽ കിടന്ന് നമ്മുടെ മീനിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ നെയ്യും നമ്മൾ ഒഴിച്ച എണ്ണയുടെ ആ നെയ്യൊക്കെ തെളിഞ്ഞ് വരും. പിന്നെ നമ്മൾ ഇട്ട് കൊടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയുടെ ഒക്കെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്ന ഒരു മീൻ കറിയാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. നോക്കി നല്ല ചാറോട് കൂടിയ മാങ്ങയൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. നല്ല മണമുണ്ട് കേട്ടോ ഈ സമയം. അപ്പോൾ നന്നായിട്ട് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. അപ്പോൾ അതിൻ്റെ ചൂടെല്ലാം മാറി നല്ല സെറ്റായിരിക്കും. അപ്പോൾ ഇതാ നോക്കിയേ, നമ്മുടെ മത്തിക്കറിയുടെ ചൂടെല്ലാം മാറി നല്ല നെയ്യൊക്കെ നല്ല തെളിഞ്ഞ് മാങ്ങയൊന്നും വെന്ത് പോകാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മീൻകറിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ മീൻകറി നല്ല അരിപ്പുട്ടിൻ്റെ കൂടെയും ഗോതമ്പ് പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റ് കോംബോ ആണ് കേട്ടോ. പിന്നെ ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി, ഇതുണ്ടെങ്കിൽ ഇത് മാത്രം വേണ്ടി വേറൊരു കറിയുടെയും ആവശ്യമില്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തിക്കറിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആ തൊട്ടടുത്ത ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്ക് എല്ലാവർക്കും താങ്ക്